നമസ്കാരം. കേരളത്തെ ആകെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകം ആയിരുന്നു കാസർഗോഡ് പെരിയയിലേത്. ഈ കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുന്നു. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കൊച്ചി CBI കോടതിയുടെ കണ്ടെത്തൽ. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. ശിക്ഷാവിധി ജനുവരി 3 പ്രഖ്യാപിക്കും. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 4 പേരെയും CBI പ്രതി ചേർത്ത 6 പേരെയുമാണ് കോടതി വെറുതെ വിട്ടത്. അതിന് ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. സാർ, ഈ 10 പ്രതികളെ വെറുതെ വിടാൻ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? ജഡ്ജ്മെന്റ് കാണാതെ നമുക്ക് അതിലൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ മാക്സിമം പ്രോസിക്യൂഷന് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. കോടതി സ്റ്റാഫുകളും ബാക്കി അവിടുത്തെ നാട്ടുകാരും സാക്ഷികളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി ഒപ്പീനിയൻ പറയാം. CBI കെട്ടിപ്പൊക്കിയ കഥ വിശ്വസനീയമല്ല എന്ന് കോടതി പറഞ്ഞു എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരന്റെ പ്രതികരണം. തനിക്കെതിരായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ല എന്നും ശ്രീധരൻ പറഞ്ഞു. ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കൊട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത്. രാഷ്ട്രീയ ഇറലവൻറ്റ്, അപ്രസക്തം. ഇപ്പൊ നമ്മളെ കേസ് കാര്യം രാഷ്ട്രീയം വേറെ, ഈ കേസ് വേറെ. നേരത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പോലെയുള്ള പദവി അലങ്കരിച്ചിരുന്ന ആൾ കൂടിയാണ് CK ശ്രീധരൻ. അദ്ദേഹമാണ് ഈ കേസിൽ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ, CPIM നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാവുകയും ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശും അതോടൊപ്പം തന്നെ KV ബൈജുവും ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം നവമിയിലേക്ക്. നവമി, രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. ഇപ്പോഴത്തെ പ്രതികളുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 14 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 4 പേർ CBI കണ്ടെത്തിയ പ്രതികൾ ആണ്. എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞ പശ്ചാത്തലത്തിൽ? അഭിലാഷ്, 24 പ്രതികൾ, അതിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20ാം പ്രതിയായത്, അതായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതി ചേർക്കാത്ത, പിന്നീട് CBI അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 20ാം പ്രതി ഉദമ മുൻ MLA കുഞ്ഞിരാമൻ പ്രതിയാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി നമുക്ക് ഈ ഒരു അവസരത്തിൽ കണക്കാക്കാൻ കഴിയും. ഇതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികളിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായതാൽ ഇവർക്ക് ക്രിമിനൽ ഗൂഢാലോചന, കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കണ്ടെത്താൻ എന്നിവ ഇവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്തു എന്ന് കണ്ടെത്താൻ പ്രോസിക്യൂഷന് വാദിക്കാൻ സാധിച്ചു. ഇതിൽ 1ാം പ്രതിയായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3ാം പ്രതി KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 10ാം പ്രതി T രഞ്ജിത്ത്, 14ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, 15ാം പ്രതി വിഷ്ണു സുര, 20ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കർ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കപ്പെട്ട 4 പേരെയും CBI പ്രതി ചേർക്കപ്പെട്ട 6 പേരെയുമാണ് കോടതി വെറുതെ വിടുകയും ചെയ്തത്. ഇതിൽ
പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ തെളിവുകൾ ഹാജരാക്കുവാനും ഈ ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടെത്തുവാനും ആക്രമിച്ച ഈ ആയുധങ്ങൾ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞു. ഒപ്പം ഇവരുടെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായി കോടതിയിൽ ഹാജരാക്കുവാനും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കോടതിയെ ബോധിപ്പിക്കാനും കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഈ കുറ്റക്കാരാണെന്ന് ഇവർ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇതിന്റെ ഒരു പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് പ്രകാരം ഇവർ ഒരു അപ്പീലിനായി പോവുകയാണ്. കാരണം കുടുംബത്തിന്റെ ആവശ്യം അത് തന്നെയാണ്. കുടുംബവും കോൺഗ്രസ് പാർട്ടിയും ആഗ്രഹിക്കുന്നത് ഈ കുറ്റവിമുക്തരാക്കിയ പ്രതികളെ അവർക്കും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തിയ, അതായത് ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയതിൽ ഈ വെറുതെ വിട്ട 10 പേർക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് കുടുംബം ഉറപ്പിച്ചു പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുവാനും കോടതി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും അവർക്കുണ്ട്. സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തുടക്കം മുതൽ തന്നെ CBI അന്വേഷണത്തിലൊക്കെ വലിയ രീതിയിൽ സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒരു ഇരകൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ഇരുവരുടെയും പിതാക്കന്മാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീധരൻ പറഞ്ഞത്, നമുക്കറിയാം തുടക്കത്തിൽ ഇദ്ദേഹം ഈ കൃപേഷിനും ശരത്ലാലിനും വേണ്ടി ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകനായിരുന്നു. പിന്നീട് പ്രതിഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും നമുക്ക് മുന്നിൽ കണ്ടതാണ്. അത് വലിയ രീതിയിൽ വിവാദമാകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് CBI കെട്ടിച്ചമച്ച കഥ വിശ്വസനീയമല്ലെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഈ പ്രതികളെ വെറുതെ വിട്ടതെയാണ് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 15 മുതൽ 19 വരെയുള്ളവർക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന അത് പൊളിഞ്ഞെന്നും പ്രതിഭാഗം ഇന്ന് ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. എന്തായാലും ജനുവരി 3-നാണ് ഇതിന്റെ വിധി പറയുക. ആ വിധിക്കായി കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ തന്നെ ഈ മേൽക്കോടതികളെ, ഹൈക്കോടതി അടക്കം സമീപിക്കുവാനും കുടുംബം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് തീർച്ചയായും നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് നവമി സൂചിപ്പിക്കുന്ന പോലെ അടുത്ത വെള്ളിയാഴ്ച ജനുവരി 3-നാണ് ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. KV ബൈജുവിലേക്ക് കൂടി പോവുകയാണ്. ബൈജു, രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ കൂടിയാണ് ഇപ്പോൾ കുറ്റക്കാരാണ് 14 പേർ എന്ന് കോടതി വിലയിരുത്തുന്നത്. ആ കേസിന് ആസ്പദമായൊരു സംഭവം, അതിന് നമുക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്? തീർച്ചയായും അഭിലാഷേ, ഈ കേസിൽ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തെന്ന ഒരാളെന്ന നിലയിൽ ഈ 2019 ഫെബ്രുവരി 17 രാത്രി 7:45 ഈ കൊലപാതകം നടന്നത്. 8 മണിയോടുകൂടി തന്നെ ഈ സംഭവ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എത്തിയിരുന്നു. ആ സമയത്ത് വൈകാരികമായ വലിയ തോതിലുള്ള സംഘർഷമായിരുന്നു ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. CPM-ന്റെ പല ഓഫീസുകളും തകർക്കുന്ന കാഴ്ച, അതുപോലെ തന്നെ CPM-മാരായ പ്രവർത്തകരുടെ കടകൾ അടിച്ച് പൊളിക്കുന്ന ദൃശ്യം, പോലീസ് ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഒരുപാട് ഇത്തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ സംഘർഷമുണ്ടായി. അത് കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ടായി. ഒടുവിൽ അത് തെരഞ്ഞെടുപ്പിൽ വരെ വലിയ തോതിൽ ഈ പെരിയ ഇരട്ട കൊലപാതക കേസ് ചർച്ചയാകുന്നു. ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് ഒരു പ്രധാന ഘടകവും അതുതന്നെയാണ്. ഈ ഉദുമ മണ്ഡലത്തിൽ പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പെരിയ കല്ലോട്ട് പ്രദേശം. വലിയ തോതിൽ ഈ വോട്ട് കോൺഗ്രസിന് ഈ ഭാഗത്ത് സമാഹരിക്കാനായിരുന്നു. അതെല്ലാം ഈ പെരിയ ഇരട്ട കൊലപാതക ഉയർത്തിക്കാട്ടിയാണ്. ഏതായാലും ഈ കേസിൽ ഇന്ന് നടന്നത് വളരെ വൈകാരികമായ രംഗമായിരുന്നു. സ്മൃതി മണ്ഡപത്തിൽ 2 പേരുടെയും അമ്മമാർ, അതായത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും 2 പേരുടെയും അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്മൃതി മണ്ഡപത്തിലെത്തി അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന വളരെ വൈകാരികമായ രംഗമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ആ 2 അമ്മമാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഈ വിധിയിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 10 പേരെ ഈ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരം തന്നെയാണ് ഈ വിധി. കാരണം 9ഓളം ഇപ്പോൾ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ 9ഓളം പേർ CPM പ്രവർത്തകരാണ്. അതിൽ ഏറ്റവും പ്രധാനം ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ സജീവമായി CPM-ന്റെ നേതൃരംഗത്ത് ഇപ്പോൾ ഉള്ള ആളുകളാണ്. അവരെ കുറ്റവിമുക്തരാക്കുമെന്നായിരുന്നു പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് CK ശ്രീധരനും സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് അവരെ വെറുതെ വിടും എന്നായിരുന്നു. പക്ഷേ അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത്
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുന്നു. എന്തായാലും ഈ കേസ് രാഷ്ട്രീയ കേരളം ഏറെ നിർണായകത്തോടെ നോക്കുന്ന ഈ കേസിൽ അന്തിമ വിധി 3-ാം തീയതി വരുമ്പോൾ ആ സമയത്തും അത് വലിയ തോതിൽ ഒരു വൈകാരിക രംഗങ്ങളായിരിക്കും ഈ കല്ലോട്ടമുണ്ടാകുക. ഒരു പക്ഷേ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും സൂചിപ്പിച്ചിരുന്നത്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഈ കാര്യത്തിൽ വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് CK ശ്രീധരൻ, DCC പ്രസിഡന്റായിരുന്ന CK ശ്രീധരൻ ഒരു വേള പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ എതിർക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്ന ഒരാൾ പെട്ടെന്ന് പാർട്ടി മാറി ആ കേസിന്റെ അഭിഭാഷകനായി മാറുന്ന ഒരു കാഴ്ച, അത്തരത്തിൽ വലിയ നാടകീയമായ സംഭവങ്ങൾ, ഏറെ വിവാദങ്ങൾ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 1,25,00,000 രൂപ ചെലവഴിച്ച് CBI അന്വേഷണം തടയാൻ ശ്രമിച്ചു. അത് പ്രധാനമായും ഇതിൽ ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും CBI വന്നതിന് ശേഷമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നതും ഇപ്പോൾ ഈ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി ആകട്ടെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ KV കുഞ്ഞിരാമനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് ഇത് വിധി കൃത്യമായി വന്നതിന് ശേഷം ഇപ്പോൾ കുറ്റക്കാരാണെന്ന് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. വകുപ്പുകൾ ഏതാണ് കുഞ്ഞിരാമനെതിരെ ചുമത്തിയെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഏതായാലും വിധി വന്നതിന് ശേഷം പഠിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഒഴുക്കൻ മട്ടിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി വിധി വരുന്ന ദിവസവും അത് കടുത്ത പ്രതിരോധത്തിന്റെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ സമ്മേളനങ്ങളൊക്കെ, ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഇനി ജനുവരി മാസങ്ങളിൽ വരാനിരിക്കുന്നതാണ്. ആ സമ്മേളനങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയാകും. എന്തായാലും K മണികണ്ഠൻ ഒരു പക്ഷേ ഭാവിയിൽ ഉദുമയിൽ MLA സ്ഥാനാർത്ഥി ആവാൻ പോലും യോഗ്യനായ ഒരു അത്രത്തോളം വലിയ നേതൃനിരയിലേക്ക് വരുന്ന ഒരാളാണ് K മണികണ്ഠൻ. K മണികണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെയാണ് ഇപ്പോൾ ഈ കേസിലൂടെ, ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ കേസ് വിധിയിലൂടെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് KV കുഞ്ഞിരാമനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് KV കുഞ്ഞിരാമൻ നിലവിൽ. അദ്ദേഹത്തിനും ഈ വലിയ തിരിച്ചടിയാണ് ഈ വിധി. ഇപ്പോൾ ഈ കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തിയ വിധി. എന്തായാലും 10 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയത്. കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ആലോചന നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അവിടെ ബൈജു തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. നവമിയിലേക്കും അതോടൊപ്പം തന്നെ ബൈജുവിലേക്കും വരുന്നതിന് മുമ്പ് വിധിയിൽ തൃപ്തിയില്ല എന്നാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം പ്രതികരിച്ചത്. വെറുതെ വിട്ടവരും കുറ്റക്കാരാണ്. നിയമവശങ്ങൾ പരിശോധിച്ച് അപ്പീൽ പോകും. കൊലപാതകവും ഗൂഢാലോചനയും തെളിയിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ട് എന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. സംഭവിച്ചു, കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. 14 പേരെ സൃഷ്ടിച്ചതിൽ നേതാക്കന്മാർ പെട്ടു. ഈ കൂടാലയിൽ പങ്കെടുത്ത് എല്ലാം ഇത് ഒത്താശ ചെയ്ത് കൊടുത്ത ഈ KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി സ്വന്തം പിതാവിന്റെ ഭാര്യയുടെ മൊഴി മാറ്റി പറയാൻ ഇതൊക്കെയാണ് പിന്നാണ്. അതുപോലെ ഇവര് കുട്ടികളെ വസ്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വെളുത്തുള്ളി പോയി വെളുത്തുള്ളി കത്തിച്ച് കളഞ്ഞതാണ്. വെളുത്തുള്ളി മണിയാണ് ഇത് കത്തിക്കാനും എല്ലാം കൂട്ടുന്നത്. പിന്നെ ബാക്കി ഇവർക്ക് 14 ഗവൺമെന്റ് വക്കീലായിട്ട് അന്വേഷിച്ച് ഞങ്ങളെ അത് മുമ്പോട്ട് പോകും. ഗൂഢാലോചനയും കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് ബോധ്യപ്പെട്ടുവല്ലോ, അത് കോടതി പറഞ്ഞല്ലോ. അതിന് വളരെയധികം തൃപ്തരാണ്. കാരണം അത് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ കുറച്ചാളെ രക്ഷപ്പെട്ടത് അത് അത്ര നമുക്ക് സുഖമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ പ്രോസിക്യൂട്ടറായിട്ട് ഇങ്ങനെ ആലോചിച്ച് മുമ്പ് ഇവന് വരുന്ന വഴികളൊക്കെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കും. അത് VP ആയിട്ട് ആലോചിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് അതിന്റെ നിയമവശം നോക്കി ബാക്കി തുടർന്നുകൊണ്ടുള്ള നമ്മൾ ആലോചിക്കും. അല്ല പക്ഷേ ഈ അപ്പീൽ പോവും. മറ്റേ നമ്മൾ PP ആയിട്ട് അതായത് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിക്കും. നിയമവശങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. കാരണം ഇതുവരെയും നമ്മൾ നിയമ പോരാട്ടത്തിന് പിന്നിലായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ, കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ, ഈ 14 പേർക്കെതിരെ കൊലകുറ്റം പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല. ഈ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നമ്മൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിയമപോരാട്ടം എന്തായാലും
തുടരുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 24 പ്രതികളും അവർക്കെതിരെ നല്ല എവിഡൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോടതിയിൽ വന്ന അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നുള്ളത്. നമ്മൾ പൂർണ്ണ തൃപ്തരല്ല, എന്തായാലും ഈ രീതിയിൽ പൂർണ്ണ തൃപ്തരല്ല. 14 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. അവർക്കെതിരെ നല്ല ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും 10 പേര് പുറത്തു പോകുന്നതിന് ആ ഒരു സങ്കടം കുടുംബത്തിനുണ്ട്. അതിനെതിരെ ഇതൊരു കുടുംബത്തിന്റെ ഒരു പോരാട്ടം കൂടി തന്നെയായിരുന്നു. ഒരു പ്രസ്ഥാനം എന്നല്ല, ഒരു കുടുംബം കൂടി തന്നെ സംസ്ഥാന സർക്കാരിന് അടക്കം നടത്തിയ പോരാട്ടമാണ്. അതിന്റെ ഒരു വിജയമായിട്ട് കൂടി നിങ്ങൾക്ക് ഇതിനെ കാണേണ്ടതല്ലേ സ്വാഭാവികമായി? ആണ്, അങ്ങനെ തന്നെ. നമ്മുടെ ഒരു നിയമ പോരാട്ടം തന്നെയാണല്ലോ നടത്തിയത്. നമ്മുടെ കുടുംബവും നാട്ടുകാരും എല്ലാവരും പ്രസ്ഥാനവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പോരാടിയതിനനുസരിച്ചുള്ള ഒരു വിധി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം. യെസ്, ഇതായിരുന്നു കുടുംബാംഗങ്ങളുടെ പ്രതികരണം. നവമി, ഈ കേസിൽ നമുക്കറിയാം നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ 14 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. CBI അന്വേഷിച്ചപ്പോഴാണ് അത് 24 എന്ന നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ കേസിൽ വെറുതെ വിട്ടവരിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തവരുമുണ്ട്, CBI പ്രതി ചേർത്തവരും ഉണ്ട്. കോടതിയിലെ വാദപ്രതിവാദങ്ങളിൽ ഏത് പശ്ചാത്തലത്തിലാണ് ഈ കുറച്ച് അംഗങ്ങളെ, പ്രതിപട്ടികയിലെ കുറച്ചു പേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? അഭിലാഷ്, ഇപ്പോൾ കോടതി വെറുതെ വിട്ടവരിൽ പലരും ഈ രണ്ടാം പ്രതിയായിട്ടുള്ള സജീവനെ, ഈ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സജീവരെ പുറത്തേക്ക് രക്ഷപ്പെടുവാനും ഒപ്പം ഈ പ്രതികളുടെ വസ്ത്രം കത്തിച്ചു നൽകാൻ സഹായിച്ച, അങ്ങനെയുള്ള വകുപ്പ് അല്ലെങ്കിൽ പ്രതികളെ പുറത്തേക്ക് വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച അത്തരത്തിലുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ബാക്കി ഇതിൽ ഗൂഢാലോചന, കൊലപാതക കുറ്റം അടക്കം പങ്കെടുത്തവരെ കോടതി കൃത്യമായി തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും കുടുംബം പറയുന്നത് ഇവർക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുകളുണ്ട്. CBI കണ്ടെത്തിയ 24 പേരും ഇത് ഇരുവരുടെയും കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇവരെയും കൂടി ശിക്ഷിക്കണം. ഈ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കോടതിയിൽ ഇന്ന് മാതാപിതാക്കളും മാധ്യമങ്ങളോടായി വെളിപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം കോടതിയെ അപ്പീലിനായി മേൽക്കോടതികളെ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത്. ഇത് CBI കെട്ടിച്ചമച്ച കള്ളക്കഥയാണ്, അല്ലെങ്കിൽ ഗൂഢാലോചന അടക്കമുള്ള കഥകൾ കള്ളമാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ടാണ് 10 പേരെയും കോടതി വെറുതെ വിട്ടത് എന്നുകൂടി പ്രതിഭാഗ അഭിഭാഷകർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇനി അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇവർക്ക് എന്ത് ശിക്ഷാവിധിയായിരിക്കും കോടതി പ്രഖ്യാപിക്കുക, അതിന് നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇവരുടെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കുകയാണെങ്കിൽ ഈ കുറ്റവിമുക്തരായവർക്കെതിരെ എന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അടുത്ത നടപടി എന്തായിരിക്കും? ഈ 2 കാര്യങ്ങളാണ് കാത്തിരിക്കേണ്ടത്. മറ്റൊന്ന്, ഇന്ന് കോടതിയിൽ നടന്നത് അതിവൈകാരികമായിട്ടുള്ള ചില സംഭവങ്ങൾ കൂടിയായിരുന്നു. ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14 പ്രതികളോടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് തങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട് തങ്ങളെ കുറ്റവിമുക്തരാക്കണം എന്നൊരാവശ്യമാണ് കോടതിയിൽ പ്രധാനമായും പറഞ്ഞത്. മറ്റൊന്ന്, ഈ 18-ാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്നായിരുന്നു 7-ാം പ്രതിയായിട്ടുള്ള അശ്വിൻ പറഞ്ഞത്. അതായത് ഈ ഇരുവരെയും കൊലപ്പെടുത്തുമ്പോൾ അശ്വിന് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 18 വയസ്സിലാണ് ഇരുവരും ഈ അശ്വിൻ 7-ാം പ്രതിയായിട്ടുള്ള അശ്വിൻ കോടതിയിൽ കയറിയത്. പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹം. ഈ 6 വർഷമായി വീട്ടുകാരെ കണ്ടിട്ട് ഡിഗ്രിക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. അമ്മ രോഗിയാണ് എന്നാണ് ഈ 8-ാം പ്രതിയായിട്ടുള്ള അശ്വിൻ പറഞ്ഞത്. പക്ഷേ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് അഭിലാഷ്, ഇതേ 21ഉം 24ഉം വയസ്സുള്ള 2 യുവാക്കളായിരുന്നു ഈ കൊല്ലപ്പെട്ട കൃപേഷും ശരത്ലാലും. അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീര് ഇപ്പോഴും തോർന്നിട്ടില്ല. അവരുടെ ആ ഒരു നിയമ പോരാട്ടം, അന്ന് ആ മൃതദേഹം അവരുടെ വീട്ടിലെത്തിക്കുമ്പോൾ ആ കണ്ട ദൃശ്യങ്ങൾ, അവരുടെ നിലവിളികൾ, ഇന്നും ആ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ നിലവിളികളൊന്നും നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ 18 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ കുടുംബം നോക്കണം, ഡിഗ്രിക്ക് പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ ഇപ്പോൾ പറയുകയല്ല, അന്ന് ഇതൊക്കെ ആലോചിക്കേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിൽ 15-ാം പ്രതിയായിട്ടുള്ള സുരേഷ്, വിഷ്ണു സുര
വളരെ വൈകാരികമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കോടതിയോട് അഭ്യർത്ഥിച്ചത്. തനിക്ക് വധശിക്ഷ നൽകണം, തനിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, തനിക്ക് വധശിക്ഷ നൽകണം, ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം എന്നൊക്കെ കോടതിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതൊക്കെ കോടതി കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്തായിരിക്കും ഇതിൽ ഇവർക്കുള്ളൊരു വിധി, ശിക്ഷാവിധി എന്തായിരിക്കും. ജീവപര്യന്തത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെയാണ് 20ാം പ്രതിയായിട്ടുള്ള മുൻ ഉദുമ MLA KV കുഞ്ഞിരാമന്റെ പ്രതികരണം. അദ്ദേഹം ഈ വിധി കേട്ടതിന് ശേഷം പുറത്തേക്ക് വരുന്ന സാഹചര്യം മാധ്യമങ്ങൾ പ്രതികരണം തേടിയിരുന്നു. ആദ്യം പറഞ്ഞത് വഴി തടസ്സപ്പെടുത്താതെ മാറൂ എന്നാണ്. മറ്റൊന്ന്, ഇനി ഇപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയത്. തുടക്കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പ്രതി ചേർക്കപ്പെടാതെ പിന്നീട് CBI അന്വേഷണത്തിൽ 20ാം പ്രതിയായി ചേർക്കപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം MLA കൂടിയാണ്, CPMന്റെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അയാൾ കൂടി ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും ശിക്ഷാവിധി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അതിനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്നാണ്. തീർച്ചയായും അതാണ് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ. ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതീക്ഷ. അപ്പോഴും ഈ 10 പേരെ വെറുതെ വിട്ടതിൽ അവർ അതൃപ്തിയിലും ആണ്. വീണ്ടും ബൈജുവിലേക്ക് പോകുമ്പോൾ, ബൈജു ഇന്ന് തന്നെ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കണ്ടിരുന്നു. പ്രകടനങ്ങൾ അടക്കം വിലക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരോധനാജ്ഞ ഏർപ്പെടുത്തുവാനുള്ള നീക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നടന്ന ഒട്ടേറെ സംഭവങ്ങൾ ഒരുപക്ഷെ വിധി പ്രഖ്യാപിക്കുമ്പോഴും അത്തരം സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സാഹചര്യം ശാന്തമാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന വിധി പ്രസ്താവം അതും എത്രത്തോളം പ്രസക്തമാകും? KV കുഞ്ഞിരാമനും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഈ കേസിൽ കുറ്റവിമുക്തരാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനം ആണ് അവിടെ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അത്തരത്തിൽ പോലീസിന് വിവരവും ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രകടനം, ആഹ്ലാദ പ്രകടനം നടക്കുകയാണെങ്കിൽ അതിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുമായിരുന്നു. അത്രത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. അവരും അത് തന്നെയാണ് പ്രതികരിച്ചിരുന്നത്. അത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം ഉണ്ടായാൽ തീർച്ചയായും ഞങ്ങളും ഒരു പ്രകടനം നടത്തും. അത് ശക്തമായ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായി. അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു തലവേദനയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ കല്ല്യോട്ട് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ സ്ഥിരമായി പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന 2019 മുതൽ ഈ സമയം വരെ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം ഈ കല്ല്യോട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിധി വരാൻ ഇരിക്കുന്നത് എന്ന വിവരവും വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും SHOമാർ ഇന്ന് കല്ല്യോട്ടെത്തിയിരുന്നു. രാവിലെ തന്നെ ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ ഈ പ്രകടനങ്ങളൊക്കെ ഉണ്ടായാൽ അത് നേരിടണം എന്ന് സംബന്ധിച്ച കൃത്യമായ ആ ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഈ വിധിയിൽ ഈ രീതിയിലായതുകൊണ്ട് തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമോ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകില്ല എന്ന് അവർക്ക് ഉറപ്പ് ലഭിച്ചു. അതോടെ തന്നെ യൂത്ത് കോൺഗ്രസും പിൻവാങ്ങി ഏതെങ്കിലും തരത്തിൽ പ്രകടനമൊന്നും ഉണ്ടാകില്ല എന്ന് ആകെ സ്മൃതി മണ്ഡപത്തിൽ ഇവർ ഒത്തുചേർന്നു. ആ സ്മൃതി മണ്ഡപത്തിൽ മുദ്രാവാക്യം വിളിച്ചു. അത്രമാത്രം. അതിനുശേഷം പുഷ്പാർച്ചന നടത്തി പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3-ാം തീയതി അത് വളരെ പ്രധാനമാണ്. ഈ വിധി ഈ കുറ്റക്കാർക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ്, ഏതൊക്കെ രീതിയിലുള്ള കുറ്റങ്ങളാണ് ചുമത്തുകയെന്ന് ആകാംക്ഷയോടെയാണ് കല്ല്യോട്ടിലെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കുടുംബവും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേർ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇവരുടെ കുടുംബങ്ങളെ കാണാൻ എത്തിയതാണ് നേരത്തെ. അത് അത്രത്തോളം വലിയ നേതാക്കൾ, മുതിർന്ന നേതാക്കളൊക്കെ ഇവരുടെ വീടുകളിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധി വരുന്ന ദിവസം ഒരുപാട് പേർ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അച്ഛന്മാരും ഇപ്പോൾ കൊച്ചിയിലാണ് പോയതെങ്കിൽ 3-ാം തീയതി അവർ കല്ല്യോട്ട് തന്നെ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കുമെന്നാണ് DCCയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 3-ാം തീയതി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും
തരത്തിൽ ആഹ്ലാദിക്കാനോ അതല്ലെങ്കിൽ CBI അന്വേഷണം അത് തടയുന്ന രീതിയിലായിരുന്നു CPMന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ CBI അന്വേഷണം കുടുംബത്തിന്റെ വലിയ നീണ്ട വർഷങ്ങളെ 6 വർഷത്തോളമുള്ള പോരാട്ടത്തിൽ CBI അന്വേഷണം എന്ന ആ ആവശ്യം അതിൽ കാര്യമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഈ കുറ്റക്കാരാണെന്ന ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നേരത്തെ നവമിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ CBI പ്രതി ചേർക്കപ്പെട്ടവരും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഉന്നത CPM നേതാക്കൾ ഇതിൽ പ്രതിയായിരിക്കുന്നു എന്നാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ 20ാം പ്രതിയായ KB കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമെന്ന് ഒരു തരത്തിലും CPM പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് വലിയ തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മേളന കാലയളവാണ്. ആ സമയങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയം ഈ കാര്യത്തിൽ ഉണ്ടാകും. ഏതായാലും 1ാം പ്രതി മുതൽ 10ാം പ്രതി വരെ ഉള്ള ആളുകളെ CPM നേരത്തെ തന്നെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിലും ബാക്കി മറ്റുള്ളവരെ കെട്ടി രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയാണെന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം മുനയൊടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും 3ാം തീയതി അത് വളരെ നിർണായകമാണ്. ഏത് കുറ്റം അത് ഇനി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തുമെന്നാണ് അറിയേണ്ടത്. അത് ഏത് രീതിയിലുള്ള അത് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കുറ്റം ഏത് വകുപ്പുകളൊക്കെ ചേർക്കുന്നു എന്ന് അനുസരിച്ച് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ KB കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. ഇനി 3ാം തീയതി വരെ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ ജയിലിൽ കഴിയേണ്ടി വരും. ഒരു പ്രതീക്ഷ ഇത്തരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഇവർക്ക് നേരെ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് CK ശ്രീധരനൊക്കെ വാദിച്ച് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്താണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വിധി ഈ രീതിയിലേക്ക് വന്നത്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ ഇതിൽ അതൃപ്തി ഉണ്ടെങ്കിലും ഈ ഉന്നത നേതാക്കളെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അത് ഉന്നയിച്ചാണ് ഇവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നതും. ആ കാര്യത്തിൽ കുടുംബത്തിന്റെ വാദം ശരിയായിരിക്കുന്നു. പക്ഷെ അപ്പോഴും 10 പേർ അതിൽ സജീവമായി ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവരുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മറ്റുള്ളവർ നേരത്തെ നവമി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികളെ വസ്ത്രം കത്തിച്ചതും ഉൾപ്പെടെ അത്തരത്തിൽ ചെറിയ സഹായങ്ങൾ ചെയ്തവരാണ്. ഇതിൽ മണികണ്ഠൻ ഇവർക്ക് ഒളിത്താവളം ഒരുക്കി എന്നതാണ് മണികണ്ഠനെതിരെയുള്ള കുറ്റം. നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് മണികണ്ഠൻ സജീവ CPM നേതൃനിരയിലുള്ള ഒരാളുമാണ്. അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു കുറ്റമാണ് ചുമത്തിരിക്കുന്നത്. KB കുഞ്ഞിരാമനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെ ബലമായി ഇത്തരത്തിൽ പോലീസിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ് KB കുഞ്ഞിരാമനെ എതിരെ ചുമത്തിയിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഈ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കാളിയായ തരത്തിലാവണം ആ വിധി വകുപ്പുകൾ ഉണ്ടാവുക. ഏതായാലും ആ വകുപ്പ് ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9ഓളം CPMന്റെ നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു ആഹ്ലാദത്തിന് വക ഇല്ലാതെ പ്രകടനമോ അല്ലെങ്കിൽ അത് തരത്തിൽ പ്രതികരണമോ ഒന്നും തന്നെ കാര്യമായി വരാത്തൊരു സാഹചര്യമുള്ളത്. ഏതായാലും ഇപ്പോൾ കല്യോട്ടും പെരിയ പ്രദേശവും ശാന്തമാണെന്ന് പറയേണ്ടി വരും. പോലീസിന്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ഇന്ന് വൈകിട്ട് വരെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട പെരിയ ഇരട്ടക്കൊലക്കേസിൽ 24 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ 6 പേർക്ക് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി നേരിട്ട് തന്നെ ബന്ധം പുലർത്തുന്നതോ സംഘടനാ തലത്തിലുള്ള പദവികൾ വഹിച്ചവരോ ആണ് എന്നതാണ് പ്രധാനം. എന്തായാലും ഈ 14 പേർക്കുള്ള ശിക്ഷ എന്ത് എന്ന് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അറിയാം. സ്പോട്ട് ലൈവ് മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് ഇടവേള. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. പാർട്ടിക്ക് ഉള്ളിലോ പുറത്തോ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന വിവാദത്തിന് മരണവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് DCC ട്രഷറർ NM വിജയനെയും മകൻ ജിജീഷിനെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ജീവനൊടുക്കാനായി വിജയനെയും മകനെയും പ്രേരിപ്പിച്ച കാരണങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ല എന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. വിജയേട്ടൻ കോൺഗ്രസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഖമായിരുന്നു. നല്ല പ്രവർത്തകനാണ്. ഈ അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല ഉത്തരവാദിത്തം നിർവഹിക്കുകയും അതിനുശേഷം പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ വരെ വളരെ സജീവമായി ഇടപെട്ട് പോയ ഒരു പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു മരണത്തിന്റെ കാരണത്തിലേക്ക് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന വിവരങ്ങളും
പാർട്ടിയുടെ നേതൃതലത്തിലോ ഞങ്ങൾക്കാർക്കോ വ്യക്തിപരമായോ ഞങ്ങൾക്കാർക്കും ലഭ്യമായിട്ടില്ല. വല്ലാത്ത വേദനിക്കുന്ന ഒരു മരണമാണ്, വിഷമകരമായിട്ടുള്ള ഒരു മരണമാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം പറയാം. സ്വാഭാവികമായും എന്താണ് മരണത്തിന്റെ കാരണം എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവരും തേടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തേടൽ ഞങ്ങളെല്ലാവരും നടത്തും, അത്രയേ ഉള്ളൂ. അല്ല മറ്റ് ഒരു കാരണവും വിജയേട്ടന്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആരോടും ഇതിന്റെ ഒരു വിഷമമോ പ്രയാസമോ, എല്ലാവരുമായിട്ട് നല്ല ഹൃദ്യമായി ബന്ധമുള്ള ആളാണ് വിജയേട്ടൻ. ചിലപ്പോൾ സ്വകാര്യമായിട്ടുള്ള വിഷമങ്ങൾ ചിലർ പുറത്തു പറയാതെ സഹിക്കും, ക്ഷമിക്കും. അങ്ങനെ വല്ലതും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം എന്തായാലും ശരി, ഈ മരണം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് എന്ന രീതിയിൽ വിജയേട്ടന്റെ മരണം താങ്ങാവുന്നതിലും അപ്പുറമാണ്. മകനും കൂടെ അതിൽ അദ്ദേഹത്തിന്റെ കൂടെ മരിച്ചു എന്നുള്ളത് വല്ലാത്ത ആഘാതമുണ്ടാക്കുന്ന ഒന്നാണ്. സ്വകാര്യമായിട്ടുള്ള വല്ല വിഷമങ്ങളും ഉണ്ടായോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിവരങ്ങളും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇല്ലല്ലോ, ഒരു പരാതി ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിവരങ്ങളും അങ്ങനെയുള്ള ഒരു വിവരങ്ങളും ഇല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സംബന്ധിച്ചതായ ഒരു വിവരങ്ങളൊന്നും ഞങ്ങളോട് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരാളോടും ഷെയർ ചെയ്യാത്തതായിരിക്കുന്നൊരു കാര്യം ഞങ്ങൾക്ക് പറയാനൊക്കില്ലല്ലോ. അങ്ങനെ ഒരു സഹകരണ മേഖലയെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ പല രീതിയിലുള്ള കാര്യങ്ങളും മരണത്തിന് ശേഷം ആളുകൾ പറയാം. പക്ഷേ ഇതിന്റെ ഒരു കാര്യവും ഞങ്ങൾക്കാർക്കും ഒരു വിവരവും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇരുവരും വിഷം ഉള്ളിൽ ചെന്നാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇരുവരും ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരുന്ന ഘട്ടത്തിൽ പോലും എന്താണ് ഇതിന് കാരണമായത് എന്നത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല. മകന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചികിത്സയുണ്ടായിരുന്നു എന്നത് മാത്രമാണല്ലോ പുറത്തു വന്നിട്ടുള്ള വിവരം. അതും ഒരു മരണകാരണത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമായി ആരും വിലയിരുത്തുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ സൂചനയെങ്കിലും ആർക്കെങ്കിലും പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാളായിരുന്നു NM വിജയൻ. അദ്ദേഹം വളരെ വർഷങ്ങളായി തന്നെ കോൺഗ്രസിലെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആൾ, ഒപ്പം സഹകാരി നിരവധി സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ എന്ന രീതിയിലൊക്കെ വളരെ പ്രഗത്ഭനാണ്. വളരെ പക്വമതിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആൾ ആയിരുന്നു അദ്ദേഹമെന്നാണ് പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. മരണശേഷം, അതായത് മകനുമൊത്താണ് മരണം തെരഞ്ഞെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ പുരോഗമിക്കുന്നതിനിടെ അദ്ദേഹം മരണത്തിൽ ഇന്നലെ വൈകുന്നേരം കീഴടങ്ങിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മരണത്തെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം പാർട്ടിക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി പോലും ലഭ്യമല്ല എന്നാണ് T. സിദ്ദിഖ് MLA പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പലർക്കും ഈ പൊതുജീവിതത്തിനപ്പുറം വ്യക്തിപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടാവാം. അവർ പക്ഷേ ചിരിച്ച മുഖത്തോടെ വരുമ്പോഴും ഈ കാര്യങ്ങൾ പുറത്ത് ആരോടും പങ്കുവെക്കാറില്ല. അത്തരം എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കുമോ ഈ മരണത്തിന് പിന്നിലെന്ന സംശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാനുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ല. ഒപ്പം ആശുപത്രിയിലും മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞത് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഒരു സൂചന ഇക്കാര്യത്തിലില്ല. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, ഇളയ മകനാണ് മരിച്ചത്. മറ്റൊരു മകൻ കൂടിയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ രാവിലെ എത്തിയിരുന്നു. അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തനിക്ക് ചില കാര്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് അച്ഛന്റെയും സഹോദരന്റെയും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വയനാട്ടിൽ വെച്ച് അത് പറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുക, അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ
അനാവരണം ചെയ്യാൻ പര്യാപ്തമായ എന്തെങ്കിലും വിവരങ്ങളാണോ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും വരിക എന്നൊരു ആകാംക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ടി സിദ്ദിഖിനോട് ചോദിച്ച പോലെ ചില അഭ്യൂഹങ്ങൾ, ചില വിവരങ്ങൾ വയനാട്ടിൽ കറങ്ങുന്നുണ്ട്. കാരണം ഈ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു നിയമന തട്ടിപ്പ് ആരോപണം 2019 മുതൽ സജീവമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വയനാട്ട് ബാങ്കിലെ, ഈ സുൽത്താൻ ബത്തേരി ബാങ്കിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഈ വിജയൻ അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ സഹകരണ വകുപ്പ് ബാങ്കിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. അന്ന് ചില നിയമനങ്ങൾ അല്ലെങ്കിൽ പുതിയ തസ്തികകൾ ആ ബാങ്കിൽ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ, ഈ പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പരാതികൾ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംഘമാണ് അവിടെ ചുമതലയേറ്റത്. അതോടുകൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ആ ബാങ്കിലുള്ള ഒരു തുണ നഷ്ടപ്പെടുകയും അവിടേക്ക് നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി തലങ്ങളിലായിട്ടാണ് ഇത്തരം നിയമനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തത്. പക്ഷേ ആ ബാങ്കിന്റെ ഭരണ തലവൻ ആയിരുന്ന ആളെന്ന രീതിയിൽ വിജയനോടാണ് ആളുകൾ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അവർ പലപ്പോഴും ഈ കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഈ കടക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം ഈ മരിച്ച ഈ ജിജീഷ് എന്ന അദ്ദേഹത്തിന്റെ മകൻ ഈ ഭിന്നശേഷിക്കാരനായ ഒരു ആൾ ആയിരുന്നു. ജിജേഷ് എന്ന ആൾ ഒരു ഭിന്നശേഷിക്കാരനായ ആളായിരുന്നു. ഒപ്പം ഒരു അപകടത്തിൽ പരിക്ക് പറ്റി ഈ ശയ്യാവലംബനായി കട്ടിലിൽ തന്നെ കിടന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഒരു വശത്ത് സാമ്പത്തികമായ ചില ഈ പ്രശ്നങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, മറുവശത്ത് മകന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത് രണ്ടും ഇദ്ദേഹത്തെ വലിയ തോതിൽ വലച്ചിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനായി സ്ഥലവും വീടുമൊക്കെ വിൽക്കുന്നതിനുള്ള ഒരു ആലോചനകളും ഒരു ഘട്ടത്തിൽ അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. പക്ഷേ ആ വിൽപ്പനാ ശ്രമവും കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർന്ന് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഈ ആൾ കടന്നിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിലരെയൊക്കെ ഈ ആശുപത്രി പരിസരത്ത് വെച്ചൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പരസ്യമായി ഈ കാര്യങ്ങൾ മൈക്കിന് മുന്നിൽ പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും ചില പ്രശ്നങ്ങൾ ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ചില നേതാക്കളെ പേര് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് 2 വർഷം മുമ്പ് ഒരു കത്ത് ഈ വിജയൻ എഴുതിയിരുന്നു. ആ കത്തൊക്കെ വലിയ ചർച്ചയായി വയനാട്ടിൽ മാറിയിരുന്നു. ഈ ബാങ്കിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കത്തായിരുന്നു. പിന്നീട് നേതൃത്വം ഈ വിജയനുമായും മറ്റ് ഈ ആരോപണ വിധേയനായ നേതാവുമായൊക്കെ ചർച്ച നടത്തുകയും ആ പ്രശ്നങ്ങൾ അന്ന് പറഞ്ഞു പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നും അറിയാൻ. തീർച്ചയായും അവിടെ അനീഷ് ഉണ്ടാകുന്ന ഒരു സംശയം, അനീഷ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മകനുണ്ട്, ആ മകനാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ രാഷ്ട്രീയമായി ഒക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെ, ഈ രാഷ്ട്രീയത്തിൽ തന്നെ ചിലരോട് താല്പര്യമുള്ളവരുണ്ടാകാം, ചിലരോട് വിയോജിപ്പുകൾ ഉള്ളവരുണ്ടാകാം, അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും വിവരങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്യുന്നത്. രാഷ്ട്രീയമായി ഇപ്പോൾ ഒരു ജനകീയനായ നേതാവ് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അദ്ദേഹം ത്രിതല പഞ്ചായത്തുമൊക്കെയായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുകയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ സ്വീകാരനായിരുന്ന നേതാവ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ട് ടി സിദ്ദിഖിനെ പോലെയുള്ളവർ. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നൊക്കെ അത് പുറത്തറിയേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ പുറത്തറിയും. ഒരുപക്ഷെ മകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത് ഈ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന വിവാദത്തിൽ തന്നെയാണ്. അത് പാർട്ടി ഈ പൂർണ്ണമായും സ്വാധീനത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കാണ്. പക്ഷേ അവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും, അതായത് ഈ സാമ്പത്തികമായി അടക്കം നൽകിയെന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ
ഒക്കെ ഉയർന്നിരുന്നു. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏൽക്കേണ്ടി വന്നത് ഒരുപക്ഷെ ഈ NM വിജയൻ എന്ന ജില്ലാ ട്രഷറർ കൂടി ആളാണ്. അദ്ദേഹത്തെ വലിയ വിശ്വാസമായിരുന്നു ആളുകൾക്ക്. അത്തരത്തിലൊരു ജനങ്ങൾ അർപ്പിച്ച അല്ലെങ്കിൽ ഈ സഹകാരികൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു ഒരു ബുദ്ധിമുട്ടുകൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം 2019 ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ഈ തസ്തിക രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം BJP ഭരണസമിതി ഭരണത്തിൽ കയറുന്നു. 5 വർഷം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോഴും ഈ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ ഈ കോൺഗ്രസിനും വിജയനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ അല്ലെങ്കിൽ അന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ആളുകൾ പലരും വീട്ടിലൊക്കെ നേരിട്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ആ കാര്യങ്ങൾ നീക്കിയിരുന്നു. അക്കാര്യങ്ങളൊക്കെ ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അറിയുന്നത്. ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രം ഇടപെട്ട കാര്യങ്ങളല്ല. അദ്ദേഹം മാത്രമായിരുന്നില്ല ബാങ്കിന്റെ ഭരണ സാരഥ്യത്തിൽ ഉണ്ടായിരുന്നതും. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വേണം. ഒരുപക്ഷെ മകൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് നമുക്കിന്ന് കാത്തിരിക്കാം. ഒപ്പം പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമുക്ക് പോലും പൂർണ്ണമായും ഈ ഒരു ആരോപണത്തെക്കുറിച്ച് പുറത്തേക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഈ ബാങ്കിലെ നിയമന വിവാദം ഒരു കാരണമായിട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ നിയമന വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എത്ര വ്യാപ്തിയുള്ള ഒരു വിവാദമാണ് ഇത് എന്നതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. അഭിലാഷ്, തീർച്ചയായും 1970 മുതൽ ബത്തേരിയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലെയും ഒക്കെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിട്ടുള്ള ആൾ കൂടിയായിരുന്നു. കോൺഗ്രസിന്റെ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. DCC അംഗമായിരുന്നു. ജനറൽ സെക്രട്ടറി, ജില്ലാ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ ഒക്കെ വഹിച്ചതാണ്. ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭാ കൗൺസിലർ, ബത്തേരി സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ. ഒപ്പം അനീഷ, ഒരു കാര്യം കൂടി, ഇപ്പോൾ പലരും, അതായത് ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പലരും സൂചിപ്പിച്ചു വന്നു, ഇത്രയും പ്രായം ചെന്ന ഒരു നേതാവ് കൂടിയാണ്. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ എന്തിന് സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്ന ചോദ്യം കൂടി പലരും ചോദിക്കുന്നുണ്ട്. അതിനും വ്യക്തതയില്ല എന്നാണല്ലോ. ഇത്രയും പ്രായമായ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്തു, അതും മകനോടൊപ്പം എന്നത് അടക്കം സംശയം ബലപ്പെടുത്തുകയല്ലേ? തീർച്ചയായും ഈ പ്രായം ഉള്ള അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു മാർഗം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം ഒരുപാട് ആളുകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ ഈ ബാങ്കിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തെ കൂടി വിശ്വസിച്ചാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കിയത്. പക്ഷേ ആ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇതിന് പിന്നിൽ നിന്ന ആളുകൾ എപ്പോഴും ഈ അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. മറ്റ് നേതാക്കൾ ആരും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവർ വിസമ്മതിക്കുന്ന ഘട്ടത്തിലും ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ്. ഈ അഭിലാഷ് സൂചിപ്പിച്ചുള്ള ദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളത്. അദ്ദേഹം എല്ലാവർക്കും സുസമ്മതനായ ജനസമ്മതനായ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ആളുകളോട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട ചുമതല അദ്ദേഹത്തിന് മേൽ തന്നെയാവുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നു. കുറച്ചു പേർക്കൊക്കെ ചില രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ വിഷയം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ വീട് വിൽക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നു. അങ്ങനെയും പണം സ്വരൂപിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതും വിജയിക്കുന്നില്ല. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ മരണം തെരഞ്ഞെടുക്കാൻ ആലോചിക്കുമ്പോൾ പോലും മകനെ തനിച്ചാക്കി ഇനി പോകേണ്ട കാര്യം. മകൻ ശാരീരികമായ ആവശ്യകതകളുള്ളവരാണ്, ശയ്യാവലംബനായി കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ബാധ്യത കൂടി മറ്റ് സഹോദരന്റെ ചുമലിലേക്ക് വെക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കാം. ഇതായിരിക്കും മകനെ കൂടി ചേർത്തുള്ള യാത്ര അദ്ദേഹം തെരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരും മണിക്കൂറുകളിൽ, ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വ്യക്തത കൈവരും. ഒപ്പം പോലീസ് അന്വേഷണത്തിലും ഈ നിയമന വിവാദം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.